ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് OnePlus Nord CE2 5Gയുടെ അൺബോക്സിങ്, ഫസ്റ്റ് റിവ്യൂ, അതിനോടൊപ്പം തന്നെ നമ്മൾ കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എനിക്കിത് വേരിയൻറ്റ് നമ്മുടെ 8GB 128GB OnePlus Nord CE2 5G. ഇത് നമ്മുടെ ബ്ലൂ കളർ അല്ല ഇരിക്കുന്നത്, ഗ്രേ മിറർ എന്ന് പറഞ്ഞ കളറാണ്. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാം. സോ ഇതിൻ്റെ പ്രൈസിങ് വെച്ച് കഴിഞ്ഞാൽ 24,999 ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ICICIയുടെ കാർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓഫറിൽ ഒരു 1,500 കൂടെ ഓഫ് കിട്ടും. ഓക്കെ, സോ ഡാറ്റ അൺബോക്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് OnePlusൻ്റെ ഒരു ലോഗോയുടെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. സോ അതെടുത്ത് മാറ്റാം. ആൻഡ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോൺ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. സോ ഞാൻ ഇതുവരെയും ഡയറക്റ്റായിട്ട് നമ്മുടെ ഗ്രേ കളർ കണ്ടിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ജസ്റ്റ് സൈഡാകാം. ആൻഡ് ബോക്സിൽ നമുക്ക് നമ്മുടെ 65 വാട്ട് സൂപ്പർ വൂക്ക് ചാർജ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡാറ്റ കേബിൾസ് കിട്ടുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇതിൻ്റെ ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്, നോക്കാം ആ ബോക്സിൽ. ഓക്കെ, സോ ഒരു അത്യാവശ്യം ഒരു കേസ് കിട്ടുന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് അല്ല, ഒരു ഫോഗി ഫിനിഷ്, ഒരു സ്മോക്കി ഫിനിഷുള്ളൊരു കേസാണ്. ആൻഡ് നമ്മുടെ സിം ഇജക്ടർ കൂടെ കിട്ടുന്നുണ്ട്. ആൻഡ് സം പേപ്പർ വർക്ക്സ്. ഓക്കെ, സോ മെമ്പർഷിപ്പ് കാർഡ്, നോഡിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ്, റെഡ് ഡാറ്റ കേബിൾ ക്ലബ്ബ്, സേഫ്റ്റി ഇൻഫർമേഷൻ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സോ ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ നമുക്കിനി ഡാറ്റ നമുക്ക് ഫോണിട്ട് പോവാം. സോ ഗൈസ്, നമ്മുടെ OnePlus Nord CE2 5G. ഓക്കെ, സോ ഗൈസ് ഒരു മിറർ ഫിനിഷാണ്. ആക്ച്വലി എൻ്റെ പേര് തന്നെ ഒരു മിറർ ഗ്രേ ആണ്. സോ എക്സാക്ട്ലി ആ ഒരു മിറർ ഫിനിഷാണ് വരുന്നത്. ആൻഡ് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആട്ടോ, നല്ല രീതിയിൽ ഫിംഗർ പ്രിൻറ്റ് പതിയുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ടും കേസ് ഇടുക. ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അത്യാവശ്യം ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ട്. സോ ഇതിൻ്റെ കൂടെ വരുന്ന കേസും ഇട്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതാണ് കൂടെ വരുന്ന കേസ്. പക്ഷേ കേസ് ഇടുമ്പോൾ അത്യാവശ്യം ലുക്ക് അങ്ങ് പോകാം, ഫോണിൻ്റെ ലുക്ക് അങ്ങ് പോകും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ നൈസ് പ്രൊട്ടക്ഷൻ ഉണ്ടോ. സോ ഗൈസ്, ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് വിത്ത് ദ കേസ്. ഓക്കെ, സോ നമുക്ക് കേസ് നമുക്ക് ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് നോക്കാം. ഓക്കെ, സോ ബാക്ക് അത്യാവശ്യം ഗ്ലോസി ആയിരുന്നു ഗ്ലാസ് എന്ന് വിചാരിച്ചെങ്കിലും ഇത് പ്ലാസ്റ്റിക് ആണ്. ഉള്ളിലൊരു പൊള്ള പോലെ ചെറിയൊരു ഒരു ക്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ആൻഡ് സൈഡ് ബീഡിങ് നമുക്ക് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ആൻഡ് ഒരു നൈസ് ക്യാമറയുടെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു നല്ല രസമുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റേഷനാണ്. ആൻഡ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ സ്പെക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ Oppo Reno 7ൻ്റെ സെയിം സ്പെക്കാണ് ഇത് വരുന്നത്. ബട്ട് ഞാൻ ഇതിൻ്റെ കോൺസ് പറയുമ്പോൾ ഞാൻ കമ്പയർ ചെയ്തതിൻ്റെ അതൊരു ടഫ് കോമ്പറ്റീഷൻ Realme 9 Pro Plus ആണ് ടഫ് കോമ്പറ്റീറ്റർ. അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് ഇതിൻ്റെ കോൺസും കാര്യങ്ങളൊക്കെ പറയാം. ആൻഡ് മെയിൻ കാര്യം, വേറെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നമ്മുടെ ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട് ഉണ്ടോ. സോ ഹാപ്പി ടു ഹാവ് ദാറ്റ് എന്ന ഫീച്ചറാണ്. സോ നൈസ്. ആൻഡ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സിം ഇജക്ടറെ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്കത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ആൻഡ് 2 സിം ഇടാനുള്ള സ്ലോട്ടുണ്ട്. സോ നൈസ് തിങ്. ഓക്കെ, സോ എല്ലാവരും ഓൾമോസ്റ്റ് SD കാർഡൊക്കെ മറന്നു. അതേപോലെ ഹെഡ്ഫോൺ ജാക്കിന് പകരം ബാക്കിയുള്ള തേർഡ് പാർട്ടി, ദറ്റ് മീൻസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്ത് വന്നപ്പോഴാണ് ഇപ്പോൾ ഇതിട്ടൊരു മൂവ്. അത് എത്രത്തോളം ചിലർക്ക് യൂസ്ഫുൾ ആയിരിക്കും, റിയലി യൂസ്ഫുൾ. ഓക്കെ, സോ നമുക്ക് ഫോൺ ബൂട്ടപ്പ് ചെയ്ത് ബാക്കി തിരിച്ചു വരാം. സോ ഗൈസ്, നമ്മൾ OnePlus Nord CE2 5Gയുടെ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ OnePlus Nord 2 CE 5G. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അറിയുമ്പോൾ അത്യാവശ്യം സ്ലിം സെറ്റാണ്. 7.8 mm തിക്നെസ് ഉള്ളൂ. നോക്കിയാൽ തന്നെ അത്യാവശ്യം സ്ലിം സെറ്റാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. കാരണം ഇതിൻ്റെ ബാക്കിലത്തെ ആ പ്ലാസ്റ്റിക് ബാക്ക് ആയാലും ആ കർവ്ഡ് വന്നായിരുന്നു നമുക്ക് നല്ല പിടിക്കാൻ നല്ല ഇൻഹാൻഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. വിത്തൗട്ട് കേസ് തന്നെയാണെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ആ ഒരു പെർഫെക്റ്റ് ഹോൾഡിങ്ങിന് വേണ്ടി ആ ഒരു കർവ് ഇട്ടേക്കണം, നല്ല രീതിയിൽ പിടിക്കാനും നല്ല രസമുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ വെയിറ്റ് വരുവാണെങ്കിൽ 173 grams. അത്യാവശ്യം ലൈറ്റ് വെയിറ്റും സ്ലിമ്മും ആയിട്ടുള്ള സെറ്റാണ്. സോ അത് രണ്ട് നല്ല അഡ്വാൻറ്റേജ്. പക്ഷേ നമ്മുടെ OnePlusൻ്റെ ഒരു ഐക്കോണിക് ഫീച്ചർ എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ അലേർട്ട് സ്ലൈഡർ. സോ അത് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. സോ അതിങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ OnePlusൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ വരുന്നത്. സോ നമ്മുടെ അലേർട്ട് സ്ലൈഡർ മിസ്സിംഗ് ആയിപ്പോയി ഇതിനകത്ത് നമ്മുടെ Nord CE2 5Gക്കകത്ത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കുഴപ്പമില്ല. ബാക്കിയെല്ലാം നമുക്ക് വരുന്ന കോണിംഗ് പോലുള്ള 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ആൻഡ് ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ഫ്രെയിം പ്ലാസ്റ്റിക്കാണ്. അത് മാത്രമല്ല ഇതിനകത്ത് എനിക്കൊരു വിയേർഡായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചിൻ നിങ്ങൾ നോക്കിയായിരുന്നു, അത്യാവശ്യം വലിയ ചിന്നാണ്. നമ്മൾ പണ്ടൊക്കെ ഒരു 2 വർഷം
പഴയ സെറ്റ്സിലൊക്കെ കണ്ടുവരുന്ന അത്രയും വലിയ ചിൻ പോലെ തോന്നി. ഇപ്പോൾ എല്ലാം എഡ്ജ് ടു എഡ്ജ് വരുന്ന സമയത്ത് അത്യാവശ്യം വലിയ ചിൻ പോലെ തോന്നി. നോക്കിയറിയാം, നോർമലിനേക്കാൾ അത്യാവശ്യം വലിയാണ് ചിഹ്നം വരുന്നത്. ആൻഡ് നമുക്കതിൻ്റെ ഡിസ്പ്ലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ നോട്ട് 2CE 5Gയുടെ ഡിസ്പ്ലേ വരുന്നത്. സോ 1080x240 ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ്. 409 ppi വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ താഴെ ചിഹ്നം അത്രയും വലുതാണ്. നല്ല രീതിയിലൊരു സ്പേസ് അവിടെ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു ബെസൽ ഫോൺ പിടിക്കണ ഒരു ഫീലാണ് കൈ കിട്ടുമ്പോൾ. അത്യാവശ്യം വലിയ നല്ല ചിഹ്നമാണ് ഞാൻ പറയുന്നത്. നല്ല വലിയ ചിഹ്നമാണ്. ഭയങ്കര ഒരു എനിക്കെന്തോ ഒരു നല്ല രീതിയിലൊരു ബാഡ് അടിച്ചു അത്രയും വലിയ ചിഹ്നമായ കാരണം. ടോപ്പ് പക്കയാണ്. പക്ഷേ ഇത്രയും വലിയ ചിഹ്നം ഇച്ചിരി ഓവറായിപ്പോയി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡിസ്പ്ലേ കുഴപ്പമില്ല. ഭയങ്കര അടിപൊളി ആമോലെഡ് എന്ന് പറഞ്ഞ രീതിയിലൊന്നുമില്ല. എന്നാലും ഒരു ഓക്കെ ഡിസ്പ്ലേ, അത്യാവശ്യം നല്ല കളേഴ്സാണ്. കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഡിസ്പ്ലേ ആണ്. നമുക്ക് പിന്നെ നമ്മുടെ പഴയ നോഡ് സി വെച്ച് നോക്കുവാണെങ്കിൽ അതിനകത്തൊരു HD10+ ഇല്ലായിരുന്നു. പക്ഷേ ഇതിന് HD10+ വരുന്നുണ്ട്. ആൻഡ് റീഫ്രഷ് റേറ്റ് ഒരു 120 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. ഇത് ജസ്റ്റ് 60 Hz ആണ് നമ്മുടെ റീഫ്രഷ് റേറ്റ് വരുന്നത്. സെറ്റിങ്സ്, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, നമ്മുടെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ്, 2 ഓപ്ഷനാണ് വരുന്നത്. സ്റ്റാൻഡേർഡ്, ഹൈ സ്റ്റാൻഡേർഡ് 60 Hz, ഹൈ ആണ് നമ്മൾ 90 Hz. സോ 120 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി. പിന്നെ ചിന്നിൻ്റെ അത് ഇച്ചിരി എനിക്കൊരു ബാഡ് അടിച്ചു. അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ കുഴപ്പമില്ല. അതേപോലെ തന്നെ നമുക്ക് എൻ്റെ സ്പീക്കേഴ്സ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് സിംഗിൾ മോണോ സ്പീക്കറാണുള്ളത് നമുക്ക് ആകെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോ പ്ലേ ബാക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഓഡിയോ സൗണ്ട് ഫുൾ തീടും ഒറ്റയടിക്ക്. സോ ഗൈസ്, ജസ്റ്റ് ഓക്കെ സ്പീക്കർ എന്ന് വെച്ചാൽ മോണോ സ്പീക്കർ വെച്ച് അത്യാവശ്യം ഓക്കെ ഉള്ള രീതിയിൽ ഉള്ളൊരു ലൗഡ്നെസ് കാര്യങ്ങൾ, ജസ്റ്റ് ആവറേജ് സ്പീക്കർ എന്ന് പറഞ്ഞ രീതിയിലൊരു ആവറേജ് സ്പീക്കറേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര അത്യാവശ്യം നല്ല ലൗഡ് മോണോ സ്പീക്കർ ആണെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം ലൗഡ്നെസ് ഇത് വന്നിട്ടില്ല. കുഴപ്പമില്ലാത്തൊരു സ്പീക്കർ. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്കിപ്പോൾ ജസ്റ്റ് കമ്പയർ ചെയ്യാവുന്ന, ഞാൻ പറഞ്ഞ പോലെ Realme 9 Pro Plus ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് അതിനൊരു സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി കാര്യം പറയുന്നതിൻ്റെ പ്രൊസസ്സർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Dimensity 900 5G ആണ് പ്രൊസസ്സർ വരുന്നത്. അത്യാവശ്യം ഒരു 4,74,000 ഒക്കെ അഡ്വൻറ്റു ബെഞ്ച് മാർക്ക് വരുന്ന ഒരു പ്രൊസസ്സറാണ്. അഡ്വൻറ്റു സ്കോഴ്സ് ഒക്കെ വരുന്ന കുഴപ്പമില്ലാത്ത പ്രൊസസ്സറാണ്. പക്ഷേ നമ്മൾ Dimensity 920 ആയിരുന്നു ഒരു 5,05,000 അറൗണ്ട് വന്നത്. സോ നമുക്ക് Realme 9 Pro Plus വരുന്ന Dimensity ആണ് വരുന്നത്. Dimensity 920 ആണ് വരുന്നത്. സോ കുറച്ചും കൂടെ ബെറ്റർ നമ്മുടെ Realme 9 Pro Plus ആയിരിക്കും. കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ നല്ലതാണ്. ബട്ട് സ്റ്റിൽ 920 ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നാണ് എൻ്റെ ഒരു നിഗമനം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് 8 to 128 ആണ് വരുന്നത്. ആൻഡ് LPDDR4X UFS 2.2 ആണ് വരുന്നത്. ബോട്ട് ഫോൺ കണ്ടറിയാം. 8GB + 128GB ആണ്. Dimensity 900. ഓക്കെ, സോ കുഴപ്പമില്ല. UFS 2.2 LPDDR4X ആണ് വരുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ ക്യാമറാസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ ക്യാമറാസ്. അതും നമ്മൾ പണ്ട് നോഡ് സിയിൽ ഫസ്റ്റത്തെ ജനറേഷൻ നോഡ് സി കണ്ട സെയിം ക്യാമറാസ് എന്ന് വേണം പറയാം. ആ സെയിം ക്യാമറ 64 MB ഒരു നോർമൽ ഓംനി വിഷൻ സെൻസറാണ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം ഒരു സാംസങ്ങിന് അല്ലെങ്കിൽ സോണിന് ഉപയോഗിക്കാമായിരുന്നു. ബട്ട് ഒരു ജസ്റ്റ് ഒരു ഓംനി വിഷൻ സെൻസർ, പിന്നെ ഒരു 8 MB അൾട്രാ വൈഡ്, 2 MB മാക്രോ, ജസ്റ്റ് ആവറേജ് ക്യാമറ എന്നേ പറയുള്ളൂ. അതുപോലെ ഫ്രണ്ട് സെൽഫി ക്യാമറ കുഴപ്പമില്ല. 16 MB ഒരു ഓക്കെ അവർ സാധാരണ യൂസ് ചെയ്ത് തരുന്ന ഒരു ഓക്കെ സെൽഫി ക്യാമറ എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് മോഡ്സ് നോക്കാം. നമുക്ക് ഫോട്ടോ മോഡ് വരുന്നുണ്ട്, അൾട്രാ വൈഡ്, നമുക്ക് മറ്റേ മോഡ് വരുന്നുണ്ട്, വീഡിയോയ്ക്കകത്ത് നമുക്ക് OIS ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു അൾട്രാ സ്റ്റഡി കൊണ്ടൊരു മോഡ് കിട്ടുന്നുണ്ട്. നമ്മുടെ EAS വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ AI ഹൈലൈറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് പിന്നെ നൈറ്റ് മോഡ് വരുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ മോറിനകത്ത് നമുക്ക് എക്സ്ട്രാ എച്ച് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ, മീൻസ് ഹൈ റെസൊല്യൂഷനൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു മോഡാണ് എക്സ്ട്രാ എച്ച് ഡി. പിന്നെ അതുപോലെ പ്രോ മോഡ്, അതായത് അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ് ഒക്കെ മാനുവലായിട്ട് നമുക്ക് മാറ്റാനുള്ള പ്രോ മോഡ്, അതായത് എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഡുവൽ വ്യൂ വീഡിയോ, ഫ്രണ്ടും ബാക്കും സെയിം ടൈമിൽ തന്നെ റെക്കോർഡ് ചെയ്യാവുന്ന ഡുവൽ വ്യൂ വീഡിയോ, അതുപോലെ തന്നെ മാക്രോ മോഡ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാക്രോ ഷോട്ട്സ് എടുക്കാനായിട്ടൊരു മോഡ് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ഭയങ്കര ഒരു അടിപൊളി ക്യാമറ എന്ന് പറയാനുള്ള ഒരു ക്യാമറ ഇല്ല. ജസ്റ്റ് ഒരു ആവറേജ് ക്യാമറ എന്ന് ഞാൻ പറയുള്ളൂ നമ്മുടെ നോട്ട്
C2 5Gയുടെ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ നമുക്ക് Android 11 ആണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയറിയാം എബൌട്ട് ഫോൺ Android 11. സോ സ്റ്റിൽ Android 11 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ Android 12 അപ്ഡേഷൻ വഴി പല ഫോണിനും Android 12 വന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഇറക്കിയ ഫോണിന് വരെ Android 11 ഇച്ചിരി ബാഡാണ്. സോ അറ്റ്ലീസ്റ്റ് 12 കൊടുക്കുമായിരുന്നു. സോ അതെനിക്കൊരു ബാഡായിട്ട് തോന്നി. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ ക്യാമറാസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് എടുത്തു പറയുന്നത് വേറെ കാര്യങ്ങളുണ്ട്. സോ നമ്മളിപ്പോൾ ഈ കറൻ്റ്ലി കോമ്പറ്റീറ്റർ ആയിട്ടുള്ള Realme 9 Pro Plus നോക്കുവാണെങ്കിൽ 50 MBയുടെ നമ്മുടെ സോണി IMX766 വിത്ത് OS, ആ സെഗ്മെൻറ്റിൽ വിത്ത് OSന് 40 രൂപയുടെ ഫോണിൽ പോലും OS ഉണ്ടാവാറില്ല. ബട്ട് വിത്ത് OS ആണ് നമ്മുടെ Realme 9 Pro Plus. സോ എല്ലാ ആസ്പെക്റ്റിലും ഞാൻ നോക്കുമ്പോൾ Realme 9 Pro Plus ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ 828 അതിൻ്റെ പ്രൈസിങ് വരുമ്പോൾ ഒരു 26,999, ദാറ്റ് മീൻസ് ഇതിനേക്കാൾ 2000 രൂപ കൂടുതലാണ്. ബട്ട് നിങ്ങൾ കാർഡൊക്കെ പക്കയായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ സെയിം 25K അതിൻ്റെ 828 വേരിയൻറ്റ് അവൈലബിൾ ആണ്. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നോട്ട് C2 5Gയും അതുങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ Realme 9 Pro Plus ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ബാക്ക് ടു ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് Wi-Fi 6, Bluetooth 5.2, പിന്നെ 5G ബാൻഡ്സ് 8 ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് *#06#, *#07#. സോ ഇതിൻ്റെ സാർ വാല്യൂസ് നമുക്ക് ഹെഡ് വരുന്നത് 1.023, ബോഡി വരുന്നത് 0.814 ആണ് വരുന്നത്. ആ ലിമിറ്റിലുള്ള സാർ തന്നെയാണ് വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെയും ഫേസ് റെക്കഗ്നിഷൻ ഫാസ്റ്റ് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്, അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. 3, 2, 1 ഗോ ഉണ്ടോ, 3, 2, 1 ഗോ. ഓക്കെ, ഇനി ഫേസ് റെക്കഗ്നിഷൻ 3, 2, 1 ഗോ ഉണ്ടോ, 3, 2, 1 ഗോ. ഓക്കെ, സോ ഒന്നുകൂടെ 3, 2, 1 ഗോ ഉണ്ടോ. അത്യാവശ്യം ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഫേസ് റെക്കഗ്നിഷനൊക്കെ പക്കണമൊന്നും ബാഡ് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല 4500 mAh ബാറ്ററി വരുന്നുണ്ട്, 65 വാട്ട് സൂപ്പർ വൂക്ക് ചാർജ് വരുന്നുണ്ട്. സോ നമ്മൾ പഴയ സിക്ക് അതാണ് 30 വാട്ട് ഉണ്ടാകും. സോ അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 വർഷം സെക്യൂരിറ്റി പാച്ച് ഇടും. പക്ഷേ ഈ കണക്കിന് പോയി എന്ന് ഇതിനടുത്ത അപ്ഡേഷൻ വരാനെന്നുള്ള എനിക്ക് അറിയാൻ പറ്റും. ഇപ്പോഴും ആൻഡ്രോയിഡ് 11 തന്നെ നിൽക്കുന്നത്. അത് കാരണം അപ്പാർട്ട് ഫ്രം ദാറ്റ് കുഴപ്പമില്ല. അത് എടുത്ത് പറയേണ്ട സ്പെക്ക് എന്ന് പറയാനായിട്ട് എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല. ജസ്റ്റ് എ നോർമൽ ഫോൺ. ബട്ട് ഇന്ന് ചോദിക്കുന്ന രീതിയിലായിരിക്കുന്നു നമ്മുടെ നോഡ് C2 5G. ഓക്കെയാണ്, ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ ഒരു സ്പെക്കുള്ളൂ. ഒന്നും ഹൈപ്പിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവർ ബ്രിങ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അവർ ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് എക്സ്ട്രാ ഒരു കാർഡ് സ്ലോട്ടൊക്കെ തന്നിട്ടുണ്ട്. സോ ഏത് റേഞ്ച് കാറ്റഗറിക്ക് ആർക്കാണ് ഈ ഫോൺ, കാരണം ഇപ്പോൾ Reno 7 ഉണ്ട്, സെയിം സ്പെക്ക് തന്നെയാണ് ഇതിന് വരുന്നത്. പിന്നെ ആ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ Realme 9 Pro Plus ആണ് ബെസ്റ്റ് ഓപ്ഷൻ. 50 MB ക്യാമറ വരുന്നുണ്ട്, അതും സോണി IMX766 വിത്ത് OS, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുമാത്രമല്ല 920 ആണ് നമുക്ക് Realme 9 Pro Plus, ഇത് 900, അത് 920 പ്ലസ് നമുക്ക് ഒരു ഗ്ലാസ് ബാക്കും നമുക്ക് Realme 9 Pro Plus കിട്ടുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇതും അത് ഞാൻ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ പറയാം നമ്മുടെ Realme 9 Pro Plus ഈസ് എ ബെറ്റർ ഓപ്ഷൻ ദാൻ ദ നോഡ് C2 5G. So then I can first impression about the about the OnePlus Nord C2 5G. So guys, that's all for today. Signing off. It's Phone Mania.